വലിയ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. മുഖ്യാചാര്യാസനമേറി ഇടയനെഴും താലന്തൂകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് ഭാഗിച്ചു കൊടുത്താൻ ഭംഗ്യാ. താവിനോടു നാം പ്രാർത്ഥിക്കണം. ബാറക്കുമോർ കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായുകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾ ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തിരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു. ഹോശോ പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ ആവശ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനും നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിക്കുക കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശനായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും പറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ഖുദീശേ. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ.
തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമയുടെ മൂല്യമായ പങ്കപ്പാടുകൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമായി തികയ്ക്കുന്ന ജീവൻ നൽകുന്ന ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ചതാതൻ മാറിയോ കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതി ജന്മ സിദ്ധന്മാരം നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവക്കേടും മറിയോറാഹിൻ മേലൈനുവാദാറേ. അവനാൽ അനുഗ്രഹീതരെ, നമ്മുടെ ഇടവകയുടെ സ്ഥാപക പിതാവായ പുന്നത്രമാർ ദിവന്നാസ്യോസ് തിരുമനസിന്റെ 200-ാം ഓർമ്മ പെരുന്നാളിലാണ് പരിശുദ്ധ സഭ ഈ സമയമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പിതാവിനോടുള്ള കടപ്പാടും മധ്യസ്ഥതയും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹത്തിനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിശുദ്ധ പിതാവിനെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് നമ്മുടെ ദേശത്തിനും ഇടവകയ്ക്കും നാനാജാതി മതസ്ഥർക്കും നമ്മുടെ ഭവനങ്ങൾക്കും കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആര്യന്മാരും മഹിമേ നീതിജ്ഞന്മാരും ഹാലേം ലൊയ്യോ ഹാലേം ലൊയ്യാ നിൻ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയായ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമി സാക്ഷിയെയും ബാറയ്ക്കുമോ ബോല ബൊറോവൽ റൂഹോ കാദീശോ മിന്നവോലം വാദാമിൽ വോലം വൽമീനാമി ശുദ്ധിയോട് ശുദ്ധ്യാബസ്കുദിശാ വർഷിച്ചുള്ള പാദങ്ങൾ പുകുധ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസിക്കേണം പറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനാർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സത്യവിശ്വാസമാകുന്ന ഉറപ്പുള്ള പാറമേൽ തന്റെ സഭയെ സ്ഥാപിക്കുകയും അതിനെ ഭരിച്ചു നടത്തുന്നതിനും അതിനെ സത്യവിശ്വാസത്തിലും സത്യ ആരാധനയിലും നിലനിർത്തുന്നതിനും പ്രധാന മേലധ്യക്ഷന്മാരെയും ഇടയന്മാരെയും നിയോഗിച്ചവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസനും ഞങ്ങളുടെ ആത്മീയ പിതാവുമായ പുന്നത്രമാർ ദിവന്നാസ്യോസ് 3-ാമൻ തിരുമനസിന്റെ ഓർമ്മ പെരുന്നാളിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുലഹുന്യൗമോസോ തന്റെ തിരുശരീരമാകുന്ന സഭയെ ഉറപ്പിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ശ്ലീഹന്മാരെ അതിന് കാവൽക്കാരും സംരക്ഷകരുമായി നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ വാത്സല്യ ശിഷ്യന്മാരെ ഉയരത്തിന്റെയും ആഴത്തിന്റെയും താക്കോലുകൾ ഭരമേൽപ്പിക്കുകയും അവർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെ ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് അവരോട് അരുളി ചെയ്യുകയും ചെയ്തു. കാരുണ്യവാനായ കർത്താവേ, പൗരസ്ത്യദേശത്ത് നിന്റെ സുവിശേഷം അറിയിപ്പാൻ നിന്റെ വാത്സല്യ ശിഷ്യനായ മാർത്തോമായ നീ നിയോഗിച്ചു. അദ്ദേഹം ഭാരതത്തിൽ സഭ സ്ഥാപിക്കുകയും അതിന്റെ നിലനിൽപ്പിനായ പള്ളികൾ സ്ഥാപിക്കുകയും വൈദികരെ നിയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ പൗരസ്ത്യ സഭയുടെ മേലധ്യക്ഷന്മാരെ നീ ഉപവിഷ്ടരാക്കി. പരിശുദ്ധ സഭയുടെ മണവാളനായ കർത്താവേ,
നിന്റെ അപ്പോസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന് മലങ്കര സഭയെ മേയിച്ചു ഭരിച്ചു നടത്തിയ എല്ലാ മേലധ്യക്ഷന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. വിശേഷാൽ ഇന്ന് ഞങ്ങൾ തിരുമുൻപാകെ അപേക്ഷ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പുന്നത്രമാർ ദിവന്നാസ്യോസ് മൂന്നാമൻ തിരുമനസിന്റെ ഓർമ്മ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരണമേ. തൻ്റെ വിളിക്ക് അനുയോജ്യമായി ശുഷ്കാന്തിയോടെ ഇടയ ശുശ്രൂഷ ആ പിതാവ് നിർവഹിച്ചു. തൻ്റെ ജീവിത മാതൃക കൊണ്ടും വചനങ്ങൾ കൊണ്ടും സഭാസമൂഹത്തെ സമ്പുഷ്ടമാക്കി. വേദവിപരീതങ്ങളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ചൂഷണ മനോഭാവത്തിൽ നിന്നും പരിശുദ്ധ സഭയെ വിമുക്തമാക്കുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നാനാഭാഗങ്ങളിലും നിന്റെ സഭയുടെ കൊമ്പിനെ ഉയർത്തുവാൻ തക്കവണ്ണം ആ പിതാവിന്റെ മധ്യസ്ഥ സഭയ്ക്ക് ഞങ്ങൾക്കും കാവലായിരിക്കണമേ. സഭയുടെ മക്കളെ പാപങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ആക്രമണങ്ങളിൽ നിന്നും നീ കാത്ത് സംരക്ഷിക്കണമേ. ആ പിതാവിന്റെ നിലച്ചു പോകാത്ത മധ്യസ്ഥതയാൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണവും യുവജനങ്ങൾക്ക് മാർഗദർശനവും പഠിതാക്കൾക്ക് ബുദ്ധിവൈഭവവും വൃദ്ധജനങ്ങൾക്ക് സമാധാനവും ദൈവാശ്രയവും വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും മഹത്വപൂർണമായ പുനരുദ്ധാനവും നൽകണമേ. പരിശുദ്ധ സഭയോ നിന്റെ മക്കളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. നമ്മുടെ ദൈവവുമായ മിശിഹാ തമ്പുരാന്റെ ശരക്തനാകുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട കടങ്ങളുടെ മോചനത്തിനും പാപത്തിന്റെ പരിഹാരത്തിനും വേണ്ടി സത്യവിശ്വാസികളായ ദാസീദാസന്മാർക്കായി നൽകപ്പെടുന്നു. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ ആവകൈ കൊൾവോനിൽ നേടരുതേ നാദ. Min matbaho magasiono ne Jesús hoy abedag baraloho. De sola furgonan vatni se metul nuhoman. Bahudoso dugan sa lawalmi. Ushmuriyo aloho yaumino ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ ശരീരത്തെ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തണമേ. വലിയ രക്ഷിതാവായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഈ അനുഭവിക്കുന്നവരുടെ മേലും പരിശുദ്ധ മധ്യത്തിൽ സംബന്ധിക്കുകയും സംബന്ധിപ്പാതിരിക്കുകയും ചെയ്യുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ബന്ധമേക്കും ചൊരിയപ്പെടുമാറാകണമേ. പത്രായിഹൂൻ വൽമെൻ വോലം വൽമീ. ദൈവത്തിൻ നുയരത്തിൽ തന്മതാവിൻ നുന്നതിയും മഹിമ മൂടി സഹദി മാർക്കും മൃദരിൽ കരുണയും മുണ്ടാക. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ പരിശുദ്ധ ശരീരവും അടിയങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ വിലയേറിയ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. തമ്പുരാനേ, അടിയങ്ങളോട് കരുണ തോന്നണമേ. നാമീക്കും നിന്നെ എല്ലാ നാവും
സ്തുതി പാടും കബറടഞ്ഞു നൽ ശരണം നീ ബ്രദർ തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യാം സഭയെ സേവിച്ച് അജപാലകനായി ഉലകം വീട്ടോൻ മോർദീവന്നാസ്യോസ് ഓർക്കണമേ നിൻ വാനവ ബലിയിൽ. ആമേൻ. താതപുരോഹിതൻ ഇവിടുണ്ടായൊരു കുറവുകളെല്ലാം തുടരും നിന്നോടെ ബലിയിൻ കൃപയാൽ മാഞ്ഞിടേണമേ. ആടുകളൊത്തി പാലകനന്ത്യം പാനവഗേഹേ പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോദിക്കേണമേ. ആമേൻ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക ശീലമേൽ നിർത്തി നായകരായോൻ ഇടയന്മാരെ കാക്കുക ശക്ത്യാ. ആചാര്യന്മാർ ശമ്മാശന്മാർ യൗബദയാഖുന ഖൊറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. നാഥ സവിധേയുൾപ്രാകാരേ ദൈവിക കാന്തിയേഴും സുതവാ സാഗാരേ ഇന്നാൾ സ്മൃതനാം ഈ ശ്രേഷ്ഠാചാര്യനെ നീ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ. കടപരിഹാരം നാഥ നീ ഏക കുറവുകൾ പോക്കുക മഷിക സൂനോ നാഥ വിമലാത്മാവാ ദേവാ പാപം പോക്കി Barkumon selon bashlomom ahain habibain. വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, കർത്താവേശുമിശിഹായുടെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴിയാത്രാ ഭക്ഷണ അനുഗ്രഹങ്ങളുടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ.
ആമീൻ. സമീപസ്ഥന്മാർ ദൂരസ്ഥന്മാരും ജീവനുള്ള വാങ്ങിപ്പോരും കർത്താവിന് ജയമുള്ള സ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോസറോഷ്മേൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം കടങ്ങൾ ക്ഷമിക്കും, പാപങ്ങൾ മോചിക്കും, വിശ്വാസികളായി വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും മഹാഭാവിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയേൽക്കപ്പെട്ട് സഹായം പ്രാപിക്കട്ടെ. നിങ്ങളോ സന്തോഷിച്ച് സംതൃപ്തരായി തെളിഞ്ഞ് സമാധാനത്താലെ പോകുവീൻ എന്നാളും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. കർത്താവിനാൽ അനുഗ്രഹീതരെ, നമ്മുടെ ഇടവകയുടെ സ്ഥാപക പിതാവിൻ്റെ പുന്നത്രമാർ ദിവന്നാസ്യോസ് മൂന്നാമൻ തിരുമനസിൻ്റെ അനുഗ്രഹീത 200-ാം ഓർമ്മ പെരുന്നാളിൽ പരിശുദ്ധ സഭ പ്രാർത്ഥനാപൂർവം കടന്നു പോകുന്ന സമയമാണ്. ആ പിതാവിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയ്ക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഒരു തരത്തിലും കഴിയുകയില്ല. പൂർവ്വസൂരികളോടുള്ള, നമ്മളെ നടത്തിയ പിതാക്കന്മാരോടുള്ള നമ്മുടെ കടപ്പാടും നന്ദിയും പ്രാർത്ഥനകളും തീർച്ചയായിട്ടും അവരുടെ സ്മരണ ദിനത്തിലാണ്, അതിലൊന്ന് സംബന്ധിച്ചാണ് നമ്മൾ ഓരോരുത്തരും അത് പ്രകടമാക്കുന്നത്. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെ ഭവനങ്ങൾക്ക് തുടർന്നും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സമയം ഒരു അനുസ്മരണം നടത്തുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ നിരണം ഭദ്രാസനത്തിൻ്റെ ചെന്നിത്തല ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അനൂപ് വി തോമസ് ഈ സമയം അഭിമന്യ പിതാവിനെ അനുസ്മരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ ആദരണീയനും ഞാൻ പിതൃതുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ട ബിജു മൻസാറ്, ഈ ഇടവകയുടെ വികാരിയും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും അഖില മലങ്കര യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ജൈനച്ചൻ, ഇന്ന് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന മലങ്കര സഭയുടെ അസിസ്റ്റന്റ് PRO ആയിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഷിബുവച്ചൻ, ഈ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മദ്ബഹായിലെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. 200 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമുഖത്തു നിന്ന് വിട ചൊല്ലിയ ഈ ദേവാലയത്തിൻ്റെ ഒക്കെയും സ്ഥാപകനായിരിക്കുന്ന മാർ ദിവന്നാസ്യോസ് മൂന്നാമനെന്ന പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയെ ഓർമ്മിക്കുവാൻ അല്ലെങ്കിൽ അനുസ്മരിക്കുവാൻ എളിയവരിൽ എളിയവനായ എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിപൂർവം സ്തോത്രങ്ങളും കരയേറ്റുകയാണ്. മികച്ച പ്രാസംഗികനായ ബിജുമൻ സാറിൻ്റെയും മലങ്കര സഭയിലെ കൺവെൻഷൻ വേദികളിലെ നിറസാന്നിധ്യമായ ഷിബുവച്ചൻ്റെയും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നിലെ അപര്യാപ്തത എന്നിൽ പ്രകടമാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലൊരു അവസരം ലഭിച്ചതിനും 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് മുതലുള്ള ബന്ധം ഈ ഇടവകയിലെ അംഗങ്ങളെന്ന നിലയിൽ നിങ്ങൾക്കുമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഹ്രസ്വമായ വായനയിലും കേൾവിയിലും ലഭിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് ആ പരിശുദ്ധ പിതാവിനെക്കുറിച്ച് ഞാനിവിടെ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങളേവരും സദയം ക്ഷമിക്കണമേ എന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര സഭയുടെ നിർണായകമായ ഒരു ഘട്ടത്തിൽ മലങ്കര മെത്രാപ്പോലിത്ത ആയി തീർന്ന ഒരു പുണ്യപിതാവാണ് പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി. നമുക്കറിയാം, AD 52 പരിശുദ്ധ മാർത്തോമ സ്ലീഹ മുതൽ തുടർന്ന് പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ള അർക്കദിയാക്കോന്മാരും അതിനുശേഷം മാർത്തോമ 1 മുതൽ മാർത്തോമ 9 വരെ മലങ്കര മെത്രാപ്പോലിത്തമാരായി തീരുകയും അതിനുശേഷം പകലോമറ്റം കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് മലങ്കര സഭയ്ക്ക് ഒരു മലങ്കര മെത്രാപ്പോലിത്ത ഉണ്ടാകുന്നത് പുലിക്കോട്ടിലെ ദിവന്നാസ്യോസ് തിരുമേനിയിലൂടെയാണ്. അതിനുശേഷം മലങ്കര സഭയ്ക്ക് ലഭിച്ച മലങ്കര മെത്രാപ്പോലിത്തയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി. നമ്മൾ പറഞ്ഞു, പകലോമറ്റം കുടുംബത്തിന് പുറത്തുനിന്ന് ആദ്യം വാഴിക്കപ്പെട്ട മെത്രാപ്പോലിത്തയാണ് പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് തിരുമേനി, അല്ലെങ്കിൽ ദിവന്നാസ്യോസ് 2 എന്ന് പറയുന്നത്. അതിനുശേഷം പകലോമറ്റം കുടുംബത്തിന് പുറത്തുനിന്ന് മലങ്കര മെത്രാപ്പോലിത്തയാകുന്ന 2ാമത്തെ വ്യക്തിയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി എന്നുള്ളത്. ചെറിയ പ്രായത്തിൽ മലങ്കര സഭാ തലവനായ വ്യക്തിയാണ് പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി എന്ന് പറയുന്നത്.
ഇദ്ദേഹത്തെയും പുലിക്കോട്ടിൽ തിരുമേനിയെയും വാഴിച്ചത് തൊഴിയൂർ സഭയുടെ കിടങ്ങൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയാണ്. നമ്മുടെ സഭയും തൊഴിയൂർ സഭയുമായിട്ടുള്ള ബന്ധം പുരാതനമേ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന് ശേഷം വന്ന നമ്മുടെ അയൽ നാട്ടുകാരൻ കൂടിയായ ചേപ്പാട് തിരുമേനിയും വാഴിക്കുന്നത് തൊഴിയൂരെ ഗീവർഗീസ് മാർ പീലക്സിനോസ് രണ്ടാമൻ തിരുമേനിയാണ്. അതിനർത്ഥം മലങ്കര സഭയിൽ നമുക്ക് അന്തോക്യൻ പാത്രിക്കീസിൻ്റെയോ വിദേശ മെത്രാന്മാരുടെയോ ഒന്നും ഒരു പട്ടത്വം നമുക്ക് അവകാശമായി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു രേഖപ്പെടുത്തലാണ്. ഈ 3 പിതാക്കന്മാരും പട്ടമേറ്റത് മലങ്കര സഭയിൽ നിന്നുകൊണ്ട് തന്നെ തൊഴിയൂർ സഭയിലെ പിതാക്കന്മാരിൽ നിന്നാണ് എന്നുള്ളത് ചരിത്ര സത്യമാണ്. പുലിക്കോട്ടിൽ നമ്മുടെ ഈ പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനിയെ കുറിച്ച് ഞാൻ വായിച്ചതിലും കേട്ടതിലും എനിക്ക് ലഭിച്ച 3 സവിശേഷതകളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി, മികച്ച നയതന്ത്രജ്ഞനാണെന്ന് പറയാൻ കാര്യം, നമ്മുടെ പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനി ചെറുപ്രായത്തിൽ തന്നെ മലങ്കര മെത്രാപ്പോലീത്ത ആയി എന്ന് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് നമുക്കറിയാം, അക്കാലത്ത് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ കേരളമൊക്കെ ഭരിച്ചിരുന്നത് രാജവംശമാണ്, തിരുവിതാംകൂർ രാജവംശമാണ്. എന്നിരുന്നാൽ തന്നെയും അതിന് നേതൃത്വമൊക്കെ കൊടുത്തിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റുമൊക്കെയാണ്. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റുമായും അല്ലെങ്കിൽ അന്ന് വന്ന ആംഗ്ലിക്കൻ മിഷണറിമാരുമായിട്ടും തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ടുമൊക്കെ നല്ല ബന്ധം പുലർത്തുവാൻ സാധിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുമേനി മലങ്കര സഭാ തലവനാകുമ്പോൾ തിരുമേനിയെ രാജവിളംബരം പുറപ്പെടുവിച്ചാണ് തിരുവിതാംകൂർ രാജകൊട്ടാരം തിരുമേനിയുടെ സ്ഥാനലബ്ധിയെ ഉറപ്പിക്കുന്നത്. അപ്രകാരം അന്ന് തിരുവിതാംകൂർ രാജവംശം പുറപ്പെടുവിച്ച രാജകൽപ്പന ഇപ്രകാരമാണ്: തൊഴിയൂരെ മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്ത രോഗബാധിതനായതിനാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പുന്നത്ര മാർ ദീവന്നാസ്യോസ് മെത്രാപ്പോലിത്ത വാഴിച്ചിരിക്കപ്പെടുകയും നമ്മുടെ രാജ്യത്തെ പുത്തൻകൂർ സുറിയാനിക്കാർ എല്ലാവരും പുന്നത്ര മാർ ദീവന്നാസ്യോസ് തിരുമേനിയെ അനുസരിക്കേണ്ടതാണെന്ന് അവരെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാവിൻ്റെ രാജകീയ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനിയാണ് പകലോമറ്റം കുടുംബത്തിന് പുറത്തുനിന്ന് ആദ്യമായി നമുക്ക് ലഭിക്കുന്ന മലങ്കര മെത്രാപ്പോലിത്ത. തിരുമേനി കാലം ചെയ്തതിന് ശേഷം ഒരു 11 മാസം മലങ്കര സഭാ ഭരണം നിർവഹിച്ചത് തൊഴിയൂരെ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയാണ്. തിരുമേനി രോഗബാധിതനായതിനാൽ മലങ്കര മെത്രാപ്പോലിത്തെ ആവശ്യമായി വരികയും സുനഹദോസ് കൂടി തീരുമാനിച്ച് നമ്മുടെ പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനി പട്ടമേൽക്കുകയും ചെയ്യുമാണ്. അദ്ദേഹത്തിന് രാജകീയ വിളംബരം പുറപ്പെടുവിച്ചാണ് തിരുവിതാംകൂർ രാജവംശം അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി അറിയിക്കുന്നത്. അപ്രകാരം ഒരു മികച്ച നയതന്ത്രജ്ഞൻ, ആ ബന്ധമുള്ളത് കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് അപ്രകാരം ഒരു കാര്യം നടത്തുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്, ഞാൻ കാണുന്നത് അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഗണത്തിൽ ചേർക്കപ്പെടുവാൻ സാധിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനി. പറയുവാനുള്ള പ്രത്യേക കാരണം, തിരുമേനി സ്ഥാനമേൽക്കുന്നതിന് അല്ലെങ്കിൽ മലങ്കര സഭാ തലവനാകുന്നതിന് 4-5 വർഷങ്ങൾക്ക് മുൻപാണ് CMS മിഷണറിമാര് നമ്മളുടെ ഈ കേരളത്തിൽ എത്തുന്നതും CMS കോളേജും മറ്റുപോലുള്ള CMS പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കുന്നതും. അപ്രകാരം ആംഗ്ലിക്കൻ മിഷണറിമാരുടെ ഒരു സാന്നിധ്യം തിരുമേനി ചുമതല ഏൽക്കുമ്പോൾ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അവരുമായിട്ടൊക്കെ നല്ല ബന്ധം തിരുമേനിക്ക് പുലർത്തുവാൻ സാധിച്ചു. അക്കൂട്ടത്തിൽ പ്രശസ്തരായ CMS മിഷണറിമാരാണ് ജോസഫ് ഫെന്ന്, അതുപോലെ തന്നെ ഹെൻറി ബേക്കർ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ബെയ്ലി. ഈ ജോസഫ് ഫെൻ എന്ന് പറയുന്ന വ്യക്തി വേദശാസ്ത്ര പണ്ഡിതനും നമ്മളുടെ ഇപ്പോഴത്തെ പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പളുമായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. ഹെൻറി ബേക്കർ എന്ന് പറയുന്ന വ്യക്തി സ്കൂളുകളുടെ ചുമതല വഹിച്ച വ്യക്തിയാണ്. ബെഞ്ചമിൻ ബെയ്ലി നമുക്കറിയാം, വേദപുസ്തക പരിഭാഷയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഈ 3 പേരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കപ്പെടുന്ന പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനി. ഈ പറഞ്ഞ ഹെൻറി ബേക്കർ സ്കൂളുകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള ഒരു ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് സാധ്യമാകുന്ന പള്ളികൾക്കെല്ലാം പള്ളിക്കൂടം സ്ഥാപിക്കുവാൻ, ഹെൻറി ബേക്കറിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ, നമുക്കറിയാം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് വിദ്യാഭ്യാസം നൽകുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. അപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
നേതൃത്വം കൊടുക്കുവാൻ സാധിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് പുന്നത്ര ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് തിരുമേനി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ. ഇതിലെല്ലാം ഉപരി അദ്ദേഹം സ്ഥാപിച്ച ഒരു പള്ളിക്കൂടത്തിന്റെ പ്രത്യേകത, പെൺപള്ളിക്കൂടങ്ങൾ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചതും അഭിമന്യ തിരുമേനിയാണ്. പെൺപള്ളിക്കൂടങ്ങൾ, അതായത് നമുക്കറിയാം പൊതുവെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടൊരു കാലം, പെൺകുട്ടികൾക്ക് പൊതുവെ വിദ്യാഭ്യാസം കിട്ടാത്തൊരു കാലം. ആ കാലത്ത് പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാൻ ജോസഫിനൊപ്പം സാധിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് അഭിമന്യ തിരുമേനി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു നവോത്ഥാന നായകനെന്ന്. നമുക്കറിയാം നമ്മുടെ പഴയ സെമിനാരിയിൽ സുറിയാനിയും മലയാള ഭാഷയുമാണ് അക്കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്തെ നമ്മുടെ കേണലായിരുന്ന അല്ലെങ്കിൽ റെസിഡന്റ് ആയിരുന്ന കേണൽ മൺട്രോയുമായിട്ടും അഭിമന്യ തിരുമേനിക്ക് നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത്. കേണൽ മൺട്രോ തന്നെയായിരുന്നു തിരുവിതാംകൂറിന്റെ അക്കാലത്തെ ദിവാനും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ രാജവംശവുമായിട്ടൊക്കെ തിരുമേനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് സുറിയാനിക്കും മലയാളത്തിനും അപ്പുറമായിട്ട് നമ്മുടെ പഴയ സെമിനാരിയിൽ ലാറ്റിൻ, അതുപോലെ തന്നെ എബ്രായ ഭാഷ, സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളും അവിടെ അഭ്യസിപ്പിക്കുവാനുള്ള അനുമതി മലങ്കര സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ തിരുമേനിയുടെ മറ്റ് നയതന്ത്രജ്ഞ മേഖലയിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി അദ്ദേഹത്തിൽ കണ്ട സവിശേഷത എന്ന് പറയുന്നത് ഉത്തമനായ സമുദായ സ്നേഹി എന്നുള്ളതാണ്. ഉത്തമനായ സമുദായ സ്നേഹി, അത് പറയാനുള്ള പ്രത്യേക കാരണം നമ്മളും ആംഗ്ലിക്കൻ മിഷണറിമാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കവ തന്നെ അവർ നമ്മുടെ വിശ്വാസത്തിൽ മായം കലർത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഇത് പരിശുദ്ധ തിരുമേനിക്ക് മനസ്സിലായി. ഈ നമ്മുടെ വിശ്വാസ സത്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സത്യങ്ങളിൽ മായം ചേർക്കുവാനുള്ള തന്ത്രപ്പാടുകൾ ഇവർ മെനയുന്നതിന് വേണ്ടി ഇവർ തിരുമേനിയെ നിർബന്ധിച്ച് 1818 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി. അതിൽ നമ്മളുടെ വൈദികരും 700 അൽമായക്കാരും എല്ലാം പങ്കെടുക്കുകയുണ്ടായി. അതിലവർ പ്രത്യേകമായി ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലങ്കര സഭയുടെ പ്രാർത്ഥനകളിൽ നിന്ന് ദൈവമാതാവിൻ്റെ പേര് ഒഴിവാക്കപ്പെടണം. രണ്ടാമത് അവർ പറഞ്ഞത് നമ്മുടെ വിശുദ്ധ കുർബാന തക്സ നവീകരിക്കപ്പെടണം. ഈ രണ്ട് ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് 1836 മാവേലിക്കര പടിയോല എഴുതുന്നതിന് 18 വർഷങ്ങൾക്ക് മുൻപ് 1818 ഈ സുന്നഹദോസ് കൂടുന്നതെന്ന് നാം ഓർത്തോണം. ആ സുന്നഹദോസിൽ ഇതിനെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കപ്പെടുന്ന ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഉത്തമനായ സമുദായ സ്നേഹി അല്ലെങ്കിൽ സഭാസ്നേഹിയാണ് തിരുമേനി എന്നുള്ളത്. തിരുമേനിയുടെ സന്തത സഹചാരിയും അതുപോലെ തന്നെ തിരുമേനി പട്ടം കൊടുത്തതുമായ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതിയിൽ എഴുതി വെച്ചത് സഭാചരിത്രകാരനായ EM ഫിലിപ്പോസാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ്: പുന്നത്രമാർ ഗീവർഗീസ് തിരുമേനി ദയാലുവും സമുദായ സ്നേഹിയും രാജ്യാഭിമാനിയും തന്ത്രജ്ഞനും ദീനാനുകമ്പയുള്ളവനും ബാഹ്യമായി മിഷണറിമാരുടെ ഒരു മിത്രമായിരുന്നെങ്കിലും ഹൃദയാന്തർഭാഗത്ത് അവരുടെ ഉദ്ദേശത്തെപ്പറ്റി സംശയമുള്ളവരുമായിരുന്നു. പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ബാഹ്യമായി മിഷണറിമാരുമായുടെ ഒരു മിത്രമായിരുന്നെങ്കിലും ഹൃദയാന്തർഭാഗത്ത് അവരുടെ ഉദ്ദേശത്തെപ്പറ്റി സംശയമുള്ളവനുമായിരുന്നു. മിഷണറിമാരുമായിട്ടുള്ള ബന്ധം മൂലം മലങ്കര സഭയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നിരുന്നാൽ തന്നെയും അവരുടെ ഉദ്ദേശത്തെ സംശയ രീതി കാണുവാൻ സാധിക്കുകയും നമ്മുടെ വിശ്വാസത്തിൽ ഒരു തരത്തിലുള്ള മായം ചേർക്കുവാൻ തിരുമേനി സമ്മതിച്ചില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തിരുമേനിയുടെ 3 സവിശേഷതകൾ. 1, നയതന്ത്രജ്ഞനായിരുന്നു. മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. 2, നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞു. പെൺപള്ളിക്കൂടങ്ങളും പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനുമപ്പുറം പഴയ സെമിനാരിയിൽ മറ്റു ഭാഷകൾ പഠിപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. 3ാമത് പറഞ്ഞ സമുദായ സ്നേഹിയാണെന്ന്. സഭയുടെ വിശ്വാസത്തിന് ഒരു തരത്തിലുമുള്ള കോട്ടം താൻ മലങ്കര മെത്രാപ്പോലിത്തയായിരിക്കുന്ന കാലത്ത് മലങ്കര സഭയിൽ ഒരു വിശ്വാസ വ്യതിചലനവും സംഭവിക്കുവാൻ തിരുമേനി ഇടയാക്കിയിട്ടില്ല. തിരുമേനി ഈ സുന്നഹദോസ് കൂടാൻ പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു 1818 പടിയോല എഴുതുന്നതിന് മുമ്പ് മാവേലിക്കരയിൽ സുന്നഹദോസ് കൂടാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഈ സുന്നഹദോസ് കൂടാൻ പോകുന്നതിന് മുമ്പായി കോട്ടയം ചെറിയ പള്ളിയിൽ പ്രവേശിച്ച് ദീർഘമായി പ്രാർത്ഥിക്കുകയും സുന്നഹദോസ് കൂടാൻ അക്കാലത്തെ യാത്രാമാർഗമായ വള്ളത്തിൽ കയറിയ അവസരത്തിൽ സമീപത്തുണ്ടായിരുന്ന വിശ്വസ്തരായ സ്നേഹിതന്മാരോട് പറയുകയാണ്, ഞാനിപ്പോൾ ഒരു തിട്ടയിലാണ് നിൽക്കുന്നത്. നാളെ ഞാൻ ഒന്നുകിൽ സായിപ്പന്മാരോട് പിണങ്ങിപ്പിരിയുകയോ അല്ലാത്ത പക്ഷം എൻ്റെ സഭയെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യണം. ഞാനിപ്പോൾ ഒരു തിട്ടയിലാണ് നിൽക്കുന്നത്. നാളെ ഞാൻ ഒന്നുകിൽ സായിപ്പന്മാരോട് പിണങ്ങിപ്പിരിയുകയോ അല്ലാത്ത പക്ഷം
എൻ്റെ സഭയെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യണം. അവരുടെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം ഭേദപ്പെടുത്തണം എന്നുള്ളതാകുന്നു. എൻ്റെ മാനം നഷ്ടപ്പെട്ടാലും ഞാൻ വഞ്ചകനായി തീരില്ല. തിരുമേനി ആ സുന്നഹദോസിന് പോകുന്നതിന് മുൻപ് തൻ്റെ വിശ്വസ്തരായ ആൾക്കാരോട് പറഞ്ഞതാണ്, എൻ്റെ മാനം നഷ്ടപ്പെട്ടാലും ഞാൻ വഞ്ചകനായി തീരില്ല. അപകടം കൂടാതെ ഞാൻ ഈ ഭയങ്കര പരീക്ഷയിൽ കൂടി കടന്നുകൂടുന്നതിന് നിങ്ങളും പ്രാർത്ഥിപ്പീൻ. തിരുമേനി സ്വന്തം സഹചാരികളായ വിശ്വസ്തന്മാരോട് സുന്നഹദോസ് കൂടാൻ പോകുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞിരുന്നു, തിരുമേനി മിഷണറിമാരുമായിട്ടുള്ള ബന്ധം നല്ലതായിരുന്നുവെങ്കിലും അവരെ സംശയത്തിന്റെ മുന്നിൽ കൂടിയാണ് കണ്ടിരുന്നത്. അപ്രകാരം തിരുമേനിക്കറിയാം ഈ വിശ്വാസ സത്യങ്ങളിൽ അവർ മായം ചേർക്കും. ഇത് മുന്നിൽ കണ്ട് തിരുമേനിയുടെ പ്രാർത്ഥനയാണ്, അപകടം കൂടാതെ ഞാൻ ഈ ഭയങ്കര പരീക്ഷയിൽ കൂടി കടന്നുകൂടുന്നതിന് നിങ്ങളും പ്രാർത്ഥിപ്പീൻ. അപ്രകാരം മലങ്കര സഭയെ ഏതാണ്ട് 8 വർഷക്കാലം വിശ്വാസങ്ങളിൽ ഒരു വ്യതിചലനവും സംഭവിക്കാതെ ഉത്തമമായ സത്യവിശ്വാസത്തിൽ മാർത്തോമാസ്ലിഹായുടെ പാരമ്പര്യവും പൈതൃകവും പേറുന്ന ഈ സഭയുടെ ഗാത്രത്തെ പരിരക്ഷിച്ച ആ പുണ്യപിതാവിനെ ഓർമ്മിക്കുവാൻ ദൈവം തമ്പുരാൻ എനിക്കും നൽകിയ ഈ സൗഭാഗ്യത്തെ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും സൗഭാഗ്യമായി കണ്ടുകൊണ്ട് ഇപ്രകാരം ഒരവസരം നൽകിയ ഏറെ പ്രിയപ്പെട്ട ജെയിനച്ചനോടുള്ള നന്ദിയും സ്നേഹവും കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. ആയതിനാൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഏവരും സദയം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥനാപൂർവം ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു മൻസാർ ഒരു വാക്കിൽ ഈ സമയം ആശംസ അറിയിക്കുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഒരു ആശംസ അർപ്പിക്കുവാനാണ് ബഹുമാനപ്പെട്ട ജയനച്ചൻ എന്നോട് ആവശ്യപ്പെട്ടത്. എൻഡോമെൻ്റ് വിതരണമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. എങ്കിലും എനിക്ക് ആ 1 മിനിറ്റ് അനുവദിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി ജയനച്ചനോട് രേഖപ്പെടുത്തുകയാണ്. കാരണം മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ പുന്നത്തരമാർ ദിവന്യാസിയോസ് പിതാവിനെ പറ്റി ഇവിടെ വന്ന് ഒരു വാക്കെങ്കിലും പറയാതിരുന്നാൽ അത് ദൈവസന്നിധിയിൽ ഞാനൊരു കടക്കാരനാകും. ആ കടം ഒഴിവാക്കി തരാൻ അച്ഛൻ എന്നെ സഹായിച്ചതിനുള്ള നന്ദിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവിനെ പറ്റി നല്ല വൃത്തിയായി നമ്മളിവിടെ ഒരു അവതരണം കേട്ടു. എനിക്ക് ഏറെ സന്തോഷം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതലമുറ ഇത്ര കൃത്യമായി സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായും ഏറെ പ്രശംസിക്കുന്നു, അനുമോദിക്കുന്നു. തീർച്ചയായും 2 കാര്യങ്ങൾ ആ പറഞ്ഞതിൽ നിന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുന്നത്ര തിരുമേനിയെ പറ്റി സഭാചരിത്രത്തിൽ പരിശോധിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നയതന്ത്രൻ എന്ന വാക്കിൻ്റെ കൂടെ ചേർന്ന് ഹീസ് എ നല്ല ഡിപ്ലോമാറ്റിക് പേഴ്സണാലിറ്റി. കാര്യം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് പരിശോധിച്ചാൽ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം ആ ചുമതലയിലേക്ക് വരുമ്പോൾ. അന്ന് രാഷ്ട്രീയമായും സാമൂഹികമായും വലിയൊരു പരിവർത്തനം ഉണ്ടാകുന്ന, ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിലേക്ക് ഈ ചുമതല വരുന്നത്. ഭരണാധികാരികളുമായി നല്ല ബന്ധം പുലർത്തുവാനും ആ നല്ല ബന്ധത്തിൽ കൂടി ആ നല്ല ബന്ധം എങ്ങനെ സഭയ്ക്കും സഭാംഗങ്ങളായ മക്കൾക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് തിരുമേനിയുടെ ജീവിതം ഒരു ഉത്തമ ഭരണാധികാരിയെ, അതുകൊണ്ടാണ് ആ ഡിപ്ലോമസിയെ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു കത്ത് കൊടുത്താൽ ഉന്നതമായ ഗവൺമെന്റ് തസ്തികകളിലേക്ക് അന്നത്തെ തുല്യത്തിന് പരവുമായി ഉള്ള ഇന്നത്തെ തഹസീൽദാർ പോലെ, അന്ന് തഹസീൽദാർ എന്നൊക്കെ പറഞ്ഞ രാജാവിന് തുല്യമായ ഒക്കെ ഉള്ള പദവിയിൽ ആദരിക്കപ്പെടുന്ന പോസ്റ്റുകളിലേക്ക് മലങ്കര നസ്രാണികൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ ഈ പിതാവിൻ്റെ ഒരു കത്തുണ്ടായിരുന്നെങ്കിൽ നിയമനം രാജകുടുംബത്തിൽ നിന്ന് നൽകുമായിരുന്നു. കാര്യം അത്രയേറെ വിശ്വാസമായിരുന്നു പുന്നത്തരമാർ ദിവന്നാസിയോസ് പിതാവിനെ ഭരണകർത്താക്കൾക്ക്. കേണൽ മൺറോവുമായിട്ടുള്ള ബന്ധം ഇവിടെ പരാമർശിക്കപ്പെട്ടു. കേണൽ മൺറോവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയും സഭാമക്കൾക്ക് വേണ്ടിയും, അതാണ് അതിൻ്റെ മാതൃക. തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, തന്നെ ഏൽപ്പിച്ച ആടുകളുടെ ഉന്നമനത്തിന് വേണ്ടി, തനിക്കുള്ള ബന്ധങ്ങളും സ്വാധീനങ്ങളും സഭാമക്കളുടെ ഉന്നതിക്ക് വേണ്ടി, സഭയുടെ ഉന്നതിക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് എടുത്തു പറയപ്പെടേണ്ട ഒരു മാതൃകാപരമായ കാര്യം. രണ്ടാമത്, ഏറ്റവും വലിയ വിശ്വാസ സംരക്ഷകനായിയാണ് പുന്നത്തരമാർ ദിവന്നാസിയോസ് തിരുമേനിയെ നമുക്ക് ചരിത്രത്തിൽ വിശേഷിപ്പിക്കാൻ ഒക്കുന്നത്. സഭയുടെ സ്തുതിയുവാപ്പെട്ട സത്യവിശ്വാസത്തിൽ 1% പോലും മായം കലർത്തുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. 1818
മാവേലിക്കര പടിയോല എന്ന് പറയുന്ന പള്ളിപ്രതി പുരുഷ യോഗം വിളിച്ചു കൂട്ടുവാൻ തനിക്ക് വേണമെങ്കിൽ അന്ന് രാജവിളംബരത്താൽ ഈ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു കൽപ്പനയാൽ വേണമെങ്കിൽ ഭരണകർത്താക്കളെ തൃപ്തിപ്പെടുത്താമായിരുന്നു. എന്നാൽ സഭയുടെ ഭരണഘടനയുടെ പ്രാധാന്യം തന്നെ അന്ന് ഭരണഘടനയില്ല എങ്കിൽ പോലും അന്ന് കൂടിയിരുന്ന പള്ളിപ്രതി പുരുഷന്മാരുടെ ആ യോഗം വിളിച്ചുകൂട്ടി പള്ളിപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് തീരുമാനമെടുത്ത് ഭരണഘടനയ്ക്ക് കൃത്യമായ ഒരു രൂപം കൊള്ളുന്നതിനും 34 ഭരണഘടന രൂപം കൊള്ളുന്നതിന് തന്നെ നിലവിൽ നിന്നൊരു ഭരണ സംവിധാനത്തെ ബഹുമാനിച്ച ഒരു മലങ്കര മെത്രാപ്പോലീത്തയായിരുന്നു പൊന്നോത്തരമാർ ദിവനാസിയോസ് തിരുമേനി എന്നുള്ളതും സഭയുടെ സത്യവിശ്വാസത്തെ സ്വന്തം ജീവനേക്കാളും ജീവിതത്തെക്കാളും പ്രശസ്തിയേക്കാളും വലിപ്പത്തോടെ കാണുവാനും പുന്നത്തരമാർ ദിവനാസിയോസ് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതും ഇന്നത്തെ തലമുറയ്ക്കുള്ള കൃത്യമായ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ആ പിതാവിനെ സ്മരിക്കുവാനും ഓരോ ഓർമ്മ പെരുന്നാളുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇന്ന് അദ്ദേഹം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സത്യവിശ്വാസ സംരക്ഷകൻ എന്നുള്ളത്. സഭയുടെ സുദീയമാവപ്പെട്ട സത്യവിശ്വാസത്തെ മായമില്ലാതെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വത്തെ ഈ ഓർമ്മ പെരുന്നാളുകളിൽ ഈ തലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു അനുസ്മരണം സംഘടിപ്പിച്ച നേതൃത്വം നൽകിയ മലങ്കര സഭയിലെ യുവജനങ്ങളുടെ മാർഗദർശിയായ ജെയിനച്ചനും ഇടവയുടെ ട്രസ്റ്റിക്കും ചുമതലക്കാർക്കും അദ്ദേഹത്തെ നിരണം ഭദ്രാസനവുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടവയുടെ ചുമതലക്കാർക്കുമുള്ള ഏറ്റവും നന്ദിയും കൃതജ്ഞതയും പ്രാർത്ഥനയും സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ 200ാം ചരമവാർഷികത്തോട് ചേർന്ന് സഭയുടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രത്യേകമായി ആ പിതാവിനെ ഓർക്കുവാൻ പ്രത്യേകമായ തുകയും വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതും നിരണംകാരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുന്നത്രമാർ ദിവന്നാസിയോസ് മൂന്നാമൻ മെമ്മോറിയൽ മെറിറ്റോറിയസ് അവാർഡിന് മാസ്റ്റർ മാത്യു പുരക്കൽ ജേക്കബ് പുരക്കൽ മുൻപോട്ട് വന്ന് മൊമൻറ്റോ ഏറ്റുവാങ്ങേണ്ടതാണ്. മൊമൻറ്റോയും ക്യാഷ് അവാർഡും അദ്ദേഹത്തിന് വേണ്ടി സ്വീകരിക്കുന്നു. PT പുന്നൂസ് പുരക്കൽ മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക അംഗങ്ങളായിട്ടുള്ള കിഡ്നി, ലിവർ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് ചികിത്സ നൽകുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക സഹായം പുന്നത്രമാർ ദിവന്നാസിയോസ് മൂന്നാമൻ മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ടായി കുടുംബാംഗങ്ങൾ തന്നെ 6 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വീണ്ടും 3 ലക്ഷം രൂപ കൂടെ നൽകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർക്ക് സാധിച്ചു. അങ്ങനെ 9 ലക്ഷം രൂപ ഇപ്പോൾ പുന്നത്രമാർ ദിവന്നാസിയോസ് തിരുമനസിന്റെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പ്രിയപ്പെട്ട ഭവനാംഗങ്ങൾ നൽകി എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുന്നു. വിശേഷാൽ പുന്നത്രമാർ ദിവന്നാസിയോസ് മൂന്നാമൻ മെത്രാപ്പോലീത്തയുടെ ഓർമ്മയ്ക്കായി നൽകിയ എൻഡോമെന്റ് ഫണ്ട് സ്പോൺസർ P. ജേക്കബ് തോമസ് ആൻഡ് ഫാമിലി A1 പുരക്കൽ ഗാർഡൻസ് വിയപുരം. പുരക്കൽ ഇട്ടി മാത്യു തരകന്റെ ഓർമ്മയ്ക്കായി മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് P. ജേക്കബ് തോമസ് ആൻഡ് ഫാമിലി A1 പുരക്കൽ ഗാർഡൻസ് വിയപുരം. പുരക്കൽ PM മാമൻ ആൻഡ് മിസ്സിസ് മറിയാമ്മ മാമൻ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മാമൻ മാത്യൂസ് ആൻഡ് ഫാമിലി പുരക്കൽ ബാംഗ്ലൂർ. എല്ലാവരും ഓരോ ലക്ഷം രൂപ വീതമാണ് എൻഡോമെന്റ് ഫണ്ടായി നൽകിയിരിക്കുന്നത്. പുരക്കൽ PM തോമസ് ആൻഡ് മിസ്സിസ് സാറാമ തോമസ് മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ട് സ്പോൺസർ ഗ്രാൻഡ് ചിൽഡ്രൻസ് പുരക്കൽ ഫാമിലി. പുരക്കൽ M മാത്യൂസ് ആൻഡ് മിസ്സിസ് സാറാമ മാത്യൂസ് മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള നിർമ്മൽ മാത്യൂസ് ആൻഡ് ഫാമിലി പുരക്കൽ പെർത്ത്, ഓസ്ട്രേലിയ. അതോടൊപ്പം തന്നെ പുരക്കൽ PT ജേക്കബ് ആൻഡ് മിസ്സിസ് ഏലിയാമ്മ ജേക്കബ് മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാത്യു ജേക്കബ് പുരക്കൽ ആൻഡ് ഫാമിലി വിയപുരം. പുതുതായി 3 ലക്ഷം രൂപ ഓരോ ലക്ഷം രൂപ വീതം പുരക്കൽ ചാക്കോച്ചൻ ആൻഡ് മിസ്സിസ് കൊച്ചാച്ചിയമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ജേക്കബ് T പുരക്കൽ ആൻഡ് ഫാമിലി A1 പുരക്കൽ ഗാർഡൻസ് വിയപുരം. പുരക്കൽ മാത്യു തോമസ് ആൻഡ് മിസ്സിസ് മറിയാമ്മ മാത്യു മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ട് മാത്യു T പുരക്കൽ ആൻഡ് ഫാമിലി A1 പുരക്കൽ ഗാർഡൻസ് വിവരം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പുരക്കൽ PM ജേക്കബ് ആൻഡ് മിസ്സിസ് മേരി ജേക്കബ് മെമ്മോറിയൽ എൻഡോമെന്റ് ഫണ്ട് അത് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ചിരിക്കുന്നത് ഗ്രാൻഡ് ചിൽഡ്രൻ തിരുവല്ല പുരക്കൽ ഫാമിലി. ഇങ്ങനെ പ്രിയപ്പെട്ട ഭവനാംഗങ്ങളെയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മ നിർത്താൻ തക്കവണ്ണം അവർ ഇടവക നൽകിയിരിക്കുന്ന എൻഡോമെന്റ് ഫണ്ടിനെയും ഇടവക നന്ദിയോടുകൂടെ ഈ സമയം ഓർക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഇടവക അംഗങ്ങളായിട്ടുള്ള ഈ രോഗബാധിതരായിരിക്കുന്നവർക്ക് അതിൻ്റെ തുക നൽകുന്നതായിരിക്കും. അത് പരസ്യമായി നമ്മൾ നൽകുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആയതിനാൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി അത് നൽകുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകളിൽ നിന്ന് ഇടവകയ്ക്ക് വേണ്ടി സാധുക്കൾക്ക് നൽകുവാൻ തക്കവണ്ണം
ബഹുമാനപ്പെട്ട ട്രസ്റ്റി സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ 3 ലക്ഷം രൂപയുടെ പുതിയ എൻഡോമെന്റ് ഇടവകയ്ക്ക് നൽകിയതിൽ ഈ ഭവനങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഷിബു ടോം വർഗീസ് അച്ഛൻ, സഭയുടെ അസിസ്റ്റന്റ് PRO, അച്ഛൻ അത് ഇടവകയ്ക്ക് വേണ്ടി അത് സ്വീകരിക്കുകയും ഇടവക വികാരി അത് ഏൽപ്പിക്കുകയും ചെയ്യും. കൂടുതൽ അനുഗ്രഹങ്ങൾ ദേവബ്രാൻ നൽകട്ടെ. ഇടവകയുടെയും പുന്നത്ര തിരുമേനിയുടെയും നന്മകളും അനുഗ്രഹങ്ങളും മധ്യസ്ഥതയും പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുന്നു. സന്തോഷത്തോടു കൂടെയാണ് ഈ സമയം ഇവിടെ ആയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കുറെ കൂടെ വിപുലമായി, ഭംഗിയായി, അനുഗ്രഹകരമായി നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ പെരുന്നാൾ ഇടവകയിൽ കൊണ്ടാടുവാൻ തക്കവണ്ണം ദേവബ്രാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയും ഈ ലൈവും തുടർന്നുള്ള പ്രഭാത ഭക്ഷണമൊക്കെ നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നത് ജേക്കബ് തോമസ്, A1 പുരയ്ക്കൽ ഗാർഡൻസും അതോടൊപ്പം തന്നെ വെങ്ങാടിയിൽ VK അലക്സാണ്ടറുമാണ്. ഈ 2 വ്യക്തിത്വങ്ങളുമാണ് ഇന്ന് ഈ ക്രമീകരണങ്ങൾ അനുഗ്രഹകരമായി തീരാൻ തക്കവണ്ണമുള്ള എല്ലാ സഹായങ്ങളും നമുക്കായിട്ട് നൽകിയത്. പ്രിയപ്പെട്ട ശ്രീ ജേക്കബ് തോമസ്, A1 പുരയ്ക്കൽ ഗാർഡൻസ്, അതോടൊപ്പം തന്നെ VK അലക്സാണ്ടർ വെങ്ങാടിയിൽ, ഇരു വ്യക്തികളോടും കുടുംബങ്ങളോടുമുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും ഈ സമയം പ്രത്യേകം അറിയിക്കുന്നു. പരിശുദ്ധ തിരുമേനിയുടെ ജീവചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം പുസ്തകം ഇവിടെ വിതരണത്തിനായി ബഹുമാനപ്പെട്ട ഭവനാംഗങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഭവനത്തിൽ ആ ബുക്കില്ല എങ്കിൽ ആ പുസ്തകം വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുകയും വായിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഈ സമയം അറിയിക്കുന്നു. ഉണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോർക്കവനര കേട്ടി പരികർമ്മി ചീടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റുക്കുദിശാപാറകലീത്ത മുടയും നോരോ മുടി ഹാലേലുയ്യ ചൂടും മാകുടത്തിൽ